അയോഗ്യന്മാർക്കാണ് BPL കാർഡുള്ളത്. ഇന്ന് വരെ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരു ഡേറ്റ്? അതുകൊണ്ട് നിഷേധിക്കപ്പെടുന്ന, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാത്ത, അങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞ് നടക്കുന്ന രണ്ട് കക്ഷികൾക്കും അവരുടെ 20 MP മാർക്കും, അങ്ങനെ 20 40 MP മാർക്ക് സംസ്ഥാനത്തെങ്കിലും ഇടപെട്ട് BPL കാർഡിൻ്റെ സുതാര്യതയിൽ ഇടപെടാൻ സാധിച്ചോ? ഞാനിതൊന്നും ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത്. ഞാൻ പറയുന്നത് അപ്പം നിരുത്തരവാദപരമായ ഒരു ജയസമാഹരണം അത് നടന്നിരിക്കുന്നു. അതിത്തവണ ഉണ്ടാവില്ല. ഇതിൽ നിന്നല്ല. ഇതൊക്കെയാണ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലും എനിക്ക് വോട്ട് ചെയ്യണേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളിതൊക്കെ ആലോചിക്കണം. കൃത്യമായി ചിന്തിച്ചാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി ആ തീരുമാനത്തിന് നിശബ്ദ പ്രചരണ ദിവസം നിങ്ങൾ, അതുകൊണ്ട് ഞാൻ നിശബ്ദ പ്രചരണ ദിവസം ഞാൻ ഇവിടെ എൻ്റെ മണ്ഡലത്തിൽ ഉണ്ടായില്ലല്ലോ. ഞാൻ ആരെടുത്തും പോയില്ലല്ലോ. ഞാൻ മണ്ഡലം വിട്ട് മാറിയൊന്നുമല്ല. അതിനെന്തോരം അവഹേളനമാണ് ഉണ്ടായത്? അല്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സംസാരിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പോലും പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്രയും വർഷം MP ആയിരുന്നവർ അത് ഏത് മുന്നണിയാണെങ്കിലും ശരി ചെയ്യുന്നില്ല എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്.